ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിതിൻ. നാം ഇന്ന് പഠിക്കുന്നത് ഇന്ത്യൻ ജിയോഗ്രഫിയിലെ വളരെ പ്രധാനപ്പെട്ട റിവർ സിസ്റ്റം, ഇന്ത്യയിലെ നദികളിലെ ഗംഗാ നദിയെക്കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്: ഹിമാലയ നദിയെന്നും ഉപദ്വീപീയ നദിയെന്നും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഹിമാലയ നദിയാണ്. ആ ഹിമാലയ നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയതാണ് ഏത്? ഗംഗ. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ നദിയും ഏതാണ്? ഗംഗ. ഈ ഗംഗയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഈ പുരാണങ്ങളിലും ഗംഗയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. നമ്മുടെ ഗംഗാപുത്രൻ, മഹാഭാരതത്തിൽ ഗംഗാ നദിയുടെ പുത്രനായിട്ട് പരാമർശിക്കുന്നത് ഭീഷ്മാചാര്യരെയാണ്, ഭീഷ്മർ. അതുപോലെ തന്നെ നമ്മുടെ ഗംഗാ നദിയെ തിരുമുടിയിൽ ഒളിപ്പിച്ചത് പരമശിവൻ, ശിവനാണ് തിരുമുടിയിൽ ഒളിപ്പിച്ചത്. അതുപോലെ സ്വർഗത്തിലൂടെ ഒഴുകിയ നദി എന്നാണ് ഗംഗയെക്കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നത്. സ്വർഗത്തിലൂടെ ഒഴുകിയ ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കിയതാരാണ്? ഭഗീരഥൻ. സ്വർഗത്തിലൂടെ ഒഴുകിയ ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കിയത് ഭഗീരഥൻ. അങ്ങനെയാണെങ്കിൽ ഗംഗ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് ഭഗീരഥി. ഗംഗ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് ഭഗീരഥിയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അളകനന്ദ എന്ന് പറയുന്ന മറ്റൊരു നദി ദേവപ്രയാഗിൽ വെച്ച് സംയോജിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടറിയപ്പെടുന്ന പേരാണ് ഗംഗ. അതായത് ഗംഗ ഉത്ഭവിക്കുന്ന സ്ഥാനത്ത്, അതായത് ഗംഗയുടെ ഉത്ഭവസ്ഥാനത്ത് അത് ഗംഗ എന്നല്ല അറിയപ്പെട്ടത്, ഭഗീരഥി എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഗംഗയുടെ ബേസ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ ഈ ഭാഗം ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹകൾ, ഉത്തരാഖണ്ഡാണ് സംസ്ഥാനം. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖം. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഭഗീരഥി എന്ന പേരിലാണ് ആദ്യം ഇത് ഒഴുകുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അളകനന്ദ എന്ന് പറയുന്ന ഒരു നദി വന്ന് ചേരുന്നുണ്ട്. അളകനന്ദ. ഈ അളകനന്ദ എന്ന് പറയുന്ന നദിയുടെ തീരത്തുള്ള പട്ടണം ഏതായിരിക്കും? ഈ അളകനന്ദ നദി നമ്മൾ കണ്ടുണ്ട്. ബദ്രിനാഥ് എന്ന് പറയുന്ന ഒരു സിനിമ, ഈ ബദ്രിനാഥ് സിനിമയിൽ കണ്ടിട്ടുണ്ട് അളകനന്ദ നദിയെ. അപ്പോൾ ബദ്രിനാഥ് എന്ന പട്ടണത്തിലൂടെ ഒഴുകുന്നത് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? അളകനന്ദ. ആ സിനിമയിൽ നായികയുടെ പേര് അളകനന്ദ, നായകൻ്റെ പേര് ബദ്രിനാഥ്. ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ബദ്രിനാഥിനെ ചുറ്റി ഒഴുകുന്ന നദി ചോദിച്ചു കഴിഞ്ഞാലോ അളകനന്ദ. ഈ അളകനന്ദ നദി ഈ കാണുന്ന ഭഗീരഥിയുമായിട്ട് സംയോജിക്കുന്നത് ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലമാണ്. ദേവപ്രയാഗ്. ഓക്കെ, ദേവപ്രയാഗ് എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലെ ഈ സ്ഥലത്ത് വെച്ചിട്ട് രണ്ടും കൂടെ സംയോജിക്കുന്നു. ഇത് രണ്ടും കൂടെ സംയോജിച്ചതിന് ശേഷം ഇനി അറിയപ്പെടുന്ന പേരാണ് ഗംഗ. അപ്പോൾ ഗംഗ എന്ന പേര് സ്വീകരിക്കുന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ചാണ് ഇത് സംയോജിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ചാണ് ഇത് ഗംഗ എന്ന പേരിൽ ഒഴുകാൻ തുടങ്ങുന്നത്. ഇനി നമുക്കിത് അങ്ങോട്ടിനി ഒഴുകാൻ പോകുന്ന പേര് ഗംഗയായിരുന്നു. ഏറ്റവും നീളം കൂടിയ പോഷതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? യമുന. ഏറ്റവും നീളം കൂടിയ പോഷതി യമുനയാണ്. ഇത് വന്ന് ചേരുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് അല്ലെങ്കിൽ പ്രയാഗ്രാജാണ്. ഇത് രണ്ടും മാറിപ്പോകരുത്. പലപ്പോഴും എല്ലാവരും തെറ്റിക്കുന്നതെന്നാണ് ദേവപ്രയാഗും പ്രയാഗും. പ്രയാഗുകൾ വീണ്ടും ഉണ്ട്. കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, വിഷ്ണുപ്രയാഗ്, ഇങ്ങനെ ഒരുപാട് പ്രയാഗുകൾ വീണ്ടുമുണ്ട്. അതിൽ ഗംഗയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ്. അവിടെ അറിയപ്പെട്ട പേര് ഭഗീരഥി എന്നാണ്. പക്ഷേ ദേവപ്രയാഗിൽ വെച്ചാണത് ഗംഗ എന്ന പേര് സ്വീകരിച്ചത്. ഏതുമായിട്ട് ചേരുന്നിട്ട്? അളകനന്ദയുമായിട്ട് കൂടിച്ചേരുന്നു. അളകനന്ദ ഏത് പട്ടണത്തെ ചുറ്റി വരുന്നു? ബദ്രിനാഥ് പട്ടണത്തെ ചുറ്റി വരുന്നു. ദേവപ്രയാഗ് വെച്ചിട്ടാണ് ഗംഗ എന്ന പേരിൽ ഇനി അങ്ങോട്ട് ഒഴുകാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഏറ്റവും നീളം കൂടിയ പോഷതി വന്നു ചേരുന്നു. ഏതാണ്? യമുന. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷതി യമുന. ഈ യമുനയും ഗംഗയും സംയോജിച്ച സ്ഥലമാണ് പ്രയാഗ് അല്ലെങ്കിൽ പ്രയാഗ്രാജ്. അത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ പ്രയാഗും ദേവപ്രയാഗും നമ്മളെ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത് ഉത്തർപ്രദേശിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഉത്തര മഹാസമതലങ്ങളിലേക്ക് പ്രവേശിക്കുക, അത് ഹരിദ്വാർ വഴിയാണ്. ഇപ്പോൾ ആദ്യം ഉത്ഭവിക്കുന്നതെല്ലാം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൽ നിന്നിട്ട് ഉത്തര മഹാസമതലങ്ങളിലേക്ക് പ്രവേശിച്ചതെന്ന് ചോദിച്ചാൽ ഹരിദ്വാർ. ഉത്തര മഹാസമതലങ്ങളിലേക്ക് പ്രവേശിച്ചത് ഹരിദ്വാർ വഴിയാണ്. ഈ ഉത്തരാഖണ്ഡിൻ്റെ ഭാഗത്ത് തന്നെ ജിം കോർബത്ത് എന്ന് പറയുന്ന ഒരു ദേശീയോദ്യാനമുണ്ട്. ജിം കോർബത്ത്. ജിം കോർബറ്റ് എന്നൊക്കെ കാണുന്നത് ഒന്ന് തന്നെയാണ്. ഈ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തെ ചുറ്റി വരുന്നതാണ് രാംഗംഗ. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തെ ചുറ്റി വരുന്നത് രാംഗംഗ. അപ്പോൾ ആദ്യം ഭഗീരഥി, അളകനന്ദ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിം കോർബറ്റിനെ ചുറ്റി വരുന്നത് ഏതാണ്? രാംഗംഗ വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം ഉത്തരമഹാസമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഉത്തരമഹാസമതലങ്ങളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഇത്
ഹരിദ്വാർ വഴിയാണ് പ്രവേശിക്കുന്നത്. ഹരിദ്വാർ വഴി പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ള ഏറ്റവും നീളം കൂടിയ ഒരു പോഷൻ വന്ന് സംയോജിക്കുന്നത് അത് പ്രയാഗിൽ വെച്ചാണ്. അപ്പോൾ ആ നദിയുടെ പേര് ഏതായിരുന്നു? യമുന. യമുനയുടെ ഉത്ഭവസ്ഥാനം യമുനോത്രി ഗ്ലേസിയറാണ്. ഇത് 2 പട്ടണങ്ങളാണ് യമുനയുടെ തീരത്ത് എപ്പോഴും ചോദിക്കാറുള്ളത്. ഒന്ന് ഡൽഹി, ഒന്ന് ആഗ്ര. അപ്പോൾ ഡൽഹി, ആഗ്ര പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യമുനയുടെ തീരത്താണ്. യമുനയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ഏതൊക്കെ? ഡൽഹി, ആഗ്ര. ഈ യമുനയുടെ തീരത്തുള്ള ശവകുടീരം എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഏതാണെന്ന് ഓർമ്മ വരില്ല. താജ്മഹൽ. അപ്പോൾ ശവകുടീരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താജ്മഹലാണ്. നമ്മുടെ മുംതാസിൻ്റെതായിട്ടുള്ള ശവകുടീരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? താജ്മഹൽ. അപ്പോൾ യമുനാ തീരത്തുള്ള ശവകുടീരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? താജ്മഹൽ. ക്ലിയർ ആണല്ലോ? യമുനയുടെ കുറച്ച് പോഷകങ്ങളുണ്ട്. ചമ്പൽ, ബെതുവ, കിൻ, സോൺ. ഏതൊക്കെയാണ്? ചമ്പൽ, ബെതുവ, കിൻ, സോൺ. ചമ്പൽ, ബെത്വ, കിൻ, സോൺ. അപ്പോൾ ഒന്നുകൂടെ. ആദ്യം ഭഗീരഥി. കുറച്ചുകൂടെ കഴിയുമ്പോൾ അളകനന്ദ വന്ന് സംയോജിക്കുന്നു. എവിടെ വെച്ച്? ദേവപ്രയാഗിൽ വെച്ച്. അത് കഴിഞ്ഞിട്ട് ജിം കോർബറ്റിന് ചുറ്റി വരുന്ന ഏതാണ്? രാംഗംഗ. ജിം കോർബറ്റിന് ചുറ്റി വരുന്നത് രാംഗംഗ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉത്തരമഹാസമതലങ്ങളിലേക്ക് ഇത് പ്രവേശിക്കുകയാണ്. ഉത്തരമഹാസമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഏത് വഴിയാണ്? ഉത്തരമഹാസമതലങ്ങളിലേക്ക് ഹരിദ്വാർ വഴി പ്രവേശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും നീളം കൂടിയ പോഷകി വരുന്നുണ്ട് യമുന. ഈ യമുന നദി എവിടെ വെച്ച് സംയോജിക്കുന്നു ചോദിച്ചാൽ പ്രയാഗിൽ വെച്ചാണ് സംയോജിക്കുന്നത്. ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗിൽ വെച്ച് സംയോജിക്കുന്നുണ്ട്. അപ്പോൾ യമുനയുടെ തീരത്തുള്ള പട്ടണങ്ങളാണെങ്കിൽ ഡൽഹി, ആഗ്ര. ഇവിടുത്തെ ശവകുടീരം ചോദിക്കുകയാണെങ്കിൽ താജ്മഹൽ. പ്രധാനപ്പെട്ട ഭൗഷധികളാണെങ്കിൽ ചമ്പൽ, ബെതുവ, കെൻ, സോൺ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതിലോട്ട് പോവാം. നേപ്പാളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭൗഷധി കോസി. ഈ ഭാഗത്ത് നേപ്പാളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അപ്പോൾ കോസിയാണ് നേപ്പാളിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ഇന്ത്യയുടെ ദുഃഖം കോസി, ബീഹാറിൻ്റെ ദുഃഖം കോസി, ഏറ്റവും അപകടകാരിയായ നദിയും കോസി. അപ്പോൾ കോസിയെക്കുറിച്ച് PSC ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയുടെ ദുഃഖം കോസി, ബീഹാറിൻ്റെ ദുഃഖം കോസി, ഏറ്റവും അപകടകാരിയായ നദിയും കോസി. ഏതൊക്കെയാണ്? ഇന്ത്യയുടെ ദുഃഖം കോസി, ബീഹാറിൻ്റെ ദുഃഖം കോസി, ഏറ്റവും അപകടകാരിയായ നദിയും ഏതാണ്? കോസി. ഓക്കെ ആണല്ലോ? ഇന്ത്യയുടെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം, ഏറ്റവും അപകടകാരിയായ നദിയും ഏതാണ്? കോസി. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ പശ്ചിമ ബംഗാളിൽ വെച്ച് ഗംഗയുമായിട്ട് കൂടിച്ചേരുന്നുണ്ടാവും. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗംഗയുടെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലൈൻ. ഗംഗാ നദി ഉത്ഭവിക്കുന്നതാണെങ്കിൽ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖിൽ ഉത്ഭവിച്ചിട്ടാണ് ഏകദേശം 5 സംസ്ഥാനങ്ങളിലൂടെ ഇത് പിന്നിടുന്നു. ഈ 5 സംസ്ഥാനങ്ങളും കഴിഞ്ഞതിന് ശേഷം നേരെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഏത് കടലിലെത്തുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഗംഗ ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ബംഗ്ലാദേശും ഇന്ത്യയും. അപ്പോൾ ആദ്യം ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അത് കഴിഞ്ഞ് പോകുന്നത് ബംഗ്ലാദേശ്. അപ്പോൾ ഗംഗ ഒഴുകുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഒന്ന് ഇന്ത്യ, ബംഗ്ലാദേശ്. ഒഴുകുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ ഇന്ത്യ, ബംഗ്ലാദേശ്. ആകെ നീളം 2525 കിലോമീറ്റർ. 2525 കിലോമീറ്റർ നീളമുള്ള ഗംഗാ നദി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഏറ്റവും അധികം പോഷക നദികളുള്ള നദി ചോദിച്ചാലും ഏതാണ്? ഗംഗയാണ്. ഏറ്റവും നീളം കൂടിയ, അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത്, അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ നീളം ഒഴുകുന്നത് കൊണ്ട് നമ്മുടെ ദേശീയ നദിയും ഏതാണ്? ഗംഗ. മലിനീകരണം ഏറ്റവും കൂടിയ ഹിമാലയ നദിയും ഏതാണ്? ഗംഗ. മലിനീകരണം ഏറ്റവും കൂടിയ ഹിമാലയ നദിയും ഗംഗ. അതിൻ്റെ കാരണം എന്തായിരിക്കും? നമ്മുടെ ഏറ്റവും അധികം പട്ടണങ്ങളിലൂടെ ഒഴുകുന്നതും ഗംഗയാണ്. ഏറ്റവും അധികം സംസ്ഥാനങ്ങൾ പിന്നിട്ട് ഒഴുകുന്നതും ഏതാണ്? ഗംഗയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലിനീകരണം കൂടും. അതുമാത്രമല്ല, നമ്മുടെ പുണ്യനദി എന്നറിയപ്പെടുന്നതും ഏതിനെയാണ്? ഗംഗയാണ്. ഒരുപാട് ആചാരങ്ങൾ ഉണ്ട്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ചിതാഭസ്മം ഒഴുക്കുന്നത് പോലെയുള്ള ഒരുപാട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ പച്ച മാംസങ്ങൾ, ശവം തന്നെ ഇവിടെ ഒഴുക്കാറുണ്ട്, ശവശരീരങ്ങൾ ഒഴുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം മലിനീകരണം ഏറ്റവും കൂടുതൽ. പിന്നെ രാസമാലിന്യങ്ങൾ, ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ഇതെല്ലാം കൂടെ ആകെ മലിനീകരണം കൂടിയ ഏറ്റവും വലിയ ഹിമാലയ നദി ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയാണ്. ഗംഗയാണ് മലിനീകരണം ഏറ്റവും കൂടിയ ഹിമാലയ നദി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ നീളം ഒഴുകിയത് ഏതാണ്? ഗംഗയാണ്. ഏറ്റവും അധികം പോഷക നദികളുള്ളതും ഗംഗയ്ക്കാണ്. ഏറ്റവും അധികം പട്ടണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, ഏറ്റവും കൂടുതൽ ഭൂപ്രദേശത്തുള്ള ഒഴുകിയതുകൊണ്ട് മലിനീകരണം ഏറ്റവും കൂടിയ ഹിമാലയ നദിയും ഏതാണ്? ഗംഗയാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി, ഇന്ത്യയിലൂടെ ഏറ്റവും നീളം.
നമ്മുടേതായിട്ടുള്ള ദേശീയ നദിയാണ് ഗംഗ. മലിനീകരണം കൂടിയ നദിയാണ് ഗംഗ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഗംഗയുടേതായിട്ടുള്ള സംസ്ഥാനങ്ങൾ നോക്കാം. സംസ്ഥാനങ്ങൾ ആദ്യം ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ചു. അത് കഴിഞ്ഞ് എവിടെ എത്തി? ഉത്തർപ്രദേശിലെത്തി. അത് കഴിഞ്ഞിട്ടോ ബീഹാറിൻ്റെ ദുഃഖം നമ്മളേത് പഠിച്ചു? കോസി. അപ്പോൾ ബീഹാറിലെത്തുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനം ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. അപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്? പശ്ചിമ ബംഗാളിലെത്തുന്നുണ്ട്. 4 സംസ്ഥാനമായി. പക്ഷേ ഇടയ്ക്ക് ഒരു സംസ്ഥാനം കൂടെ ഉണ്ട്, ജാർഖണ്ഡ്. ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ജാർഖണ്ഡ് കൂടെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 5 സംസ്ഥാനങ്ങളുടെ ഗംഗ പൂർണ്ണമായിട്ടും ഒഴുകുന്നുണ്ട്. ബാക്കി അതിൻ്റെ പോഷക നദികളാണ് ചെറുതായിട്ട് മധ്യപ്രദേശിൻ്റെ ഭാഗത്തേക്കോ മഹാരാഷ്ട്രയുടെ സൈഡിലൊക്കെ പോകുന്നത് അതിൻ്റെ പോഷക നദികളാണ്. ഉദാഹരണത്തിന് ഈ കാണുന്ന പോഷക നദികളിൽ കൂടുതലും പോകുന്നത് നമ്മുടെ ഈ സോണൊക്കെ ആണെങ്കിൽ മധ്യപ്രദേശിൻ്റെ ഭാഗത്താണ്. ഈ ചമ്പലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ പോഷകതയൊക്കെ ആണെങ്കിൽ ചമ്പലിൻ്റെ പോഷക നദിയായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തൊക്കെ അത് മഹാരാഷ്ട്രയുടെ ഭാഗത്ത് നന്നായിട്ട് ഒഴുകുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ക്ഷിപ്ര എന്ന് പറയുന്ന പോഷകതി മഹാരാഷ്ട്രയുടെ ഭാഗത്തൂടെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ട ഇത്രയേ ഉള്ളൂ. 5 എണ്ണമാണ് പ്രധാനമായിട്ടുമുള്ള പോഷക നദികൾ. സംസ്ഥാനങ്ങൾ. ഒന്നാമത്തത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ലാസ്റ്റ് പശ്ചിമ ബംഗാൾ ഇവിടെ ഉണ്ട്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ലാസ്റ്റ് ഇടയ്ക്ക് ജാർഖണ്ഡ്. അങ്ങനെ 5 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. 2 രാജ്യത്തിലൂടെ ഒഴുകുന്നു, ഇന്ത്യയും ബംഗ്ലാദേശും. ഇതിൻ്റെ ആകെ നീളം 25 2525 കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത്. ഉത്ഭവസ്ഥാനം ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് ഭഗീരഥി. ഏതുമായി സംയോജിച്ചു? അളകനന്ദയുമായി സംയോജിച്ചു. ബദ്രിനാഥ് പട്ടണത്തെ ചുറ്റി വരുന്ന നദിയാണ് ഇത്, അളകനന്ദ. എവിടെ വെച്ചാണ് ഇത് സംയോജിച്ചത്? ദേവപ്രയാഗിൽ വെച്ച്. ഇതാണെങ്കിൽ ഉത്തരമഹാസമതലങ്ങളിലേക്ക് പ്രവേശിച്ചത് ഹരിദ്വാർ വഴി. ഏറ്റവും നീളം കൂടിയ പോഷക നദി യമുന. ആഗ്രയും ഡൽഹിയും സ്ഥിതി ചെയ്യുന്നത് യമുനാ തീരത്ത്. അങ്ങനെയാണെങ്കിൽ താജ്മഹലും യമുനാ തീരത്ത്. പ്രധാനപ്പെട്ട യമുനയുടെ പോഷകതയാണ് ചമ്പൽ ബദ്വ കെൻസോൺ. ഇത് ഗംഗയുടെ പോഷകതയുമാണ് ഈ കാണുന്ന ചമ്പൽ ബദ്വ കെൻസോൺ. കാരണം ഗംഗയുടെ പോഷക നദിയാണ് യമുന, യമുനയുടെ പോഷക നദികളാണ് ചമ്പൽ ബദ്വ കെൻസോൺ. ഇതെല്ലാം അപ്പോൾ യമുനയുടെ പോഷക നദി ആയ സ്ഥിതിക്ക് ഇതെല്ലാം ആർക്കൂടെ അവകാശപ്പെട്ടതാണ്? ഗംഗയ്ക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ യമുനയുടെ പോഷകതയായ ചമ്പൽ ബദ്വ കെൻസോൺ എല്ലാം ആരുടേതും കൂടെയാണ്? ഗംഗയുടെയും പോഷകതയാണ്. അങ്ങനെയാണെങ്കിൽ നേപ്പാളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പോഷകത ഏതായിരുന്നോ? കോസി. ഇന്ത്യയുടെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം ഏറ്റവും അപകടകാരിയായത്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തെ ചുറ്റി വരുന്നതാണെങ്കിലോ രാംഗംഗ. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ, ബീഹാറിൻ്റെത് കോസി, ഇന്ത്യയുടേത് കോസി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ കൈവഴി ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കൈവഴിയാണ് ഹൂഗ്ലി. കൈവഴിയും പോഷകനദിയും തമ്മിലുള്ള പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ജലം എത്തിക്കുന്നതിനെ നമ്മൾ പോഷക നദി എന്ന് പറയും, വെള്ളം ചോർത്തിക്കൊണ്ടുപോകുന്നതിനെ കൈവഴി എന്ന് പറയും. ഏതെങ്കിലും ഒരു ജലാശയത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കായാലും ജലം എത്തിക്കുന്നതിനെ നമ്മൾ പോഷക നദി എന്നാണ് പറയുക. നദിയിലേക്ക് വെള്ളം എത്തിക്കുന്നത് പോഷക നദിയിലും, എന്നാൽ വെള്ളം ചോർത്തിക്കൊണ്ടുപോകുന്നതിനെ നമ്മൾ എപ്പോഴും കൈവഴി എന്നുമാണ് സൂചിപ്പിക്കുന്നത്. കൈവഴി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോഷക നദി ഏതായിരുന്നു? ഈ കാണുന്ന എല്ലാം പോഷക നദിയാണ്. കൈവഴി ഏതാണ്? ഹൂഗ്ലി. കൈവഴി ഏതാണ്? ഹൂഗ്ലി. ഇനി ഇതിനകത്തുള്ള ചെറിയ ചെറിയ പോയിന്റ്സിലേക്ക് പോകാം. ചെറിയ ചെറിയ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓരോന്നിൻ്റെയും അകത്ത് ചെറുതായിട്ട് അല്ലെങ്കിൽ റെയറായിട്ടൊക്കെ PSC ചോദിക്കാനുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുണ്ടായി നമ്മുടെ ഭാഗീരഥിയെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്. ഭാഗീരഥിയെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിൻ്റെ പേരാണ് തെഹിരി. ഭാഗീരഥി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഇത് തെഹിരി. അപ്പോൾ തെഹിരിയുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഭാഗീരഥി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് തെഹിരി. തെഹിരിയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ടാണ് ഇത് തെഹിരി. ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ടാ തെഹിരി. ഇത് സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലെ ഭാഗീരഥി സ്ഥിതി ചെയ്യുന്നതാണ് ഇത് തെഹിരി. ഉത്തരാഖണ്ഡിലെ ഭാഗീരഥിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇത് തെഹിരി. ഏറ്റവും ഉയരത്തിലുള്ളത് ചോദിച്ചാലും ഏതാണ്? തെഹിരിയാണ്. നമ്മുടെ ഭാഗീരഥിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് തെഹിരി. ഉത്തരാഖണ്ഡിലാണ് തെഹിരി. ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ടാണ് ഇത് തെഹിരി. അപ്പോൾ അളകനന്ദയെ ചുറ്റി വന്ന പട്ടണം ചോദിച്ചാൽ ഏതായിരുന്നോ? അളകനന്ദ ഏത് പട്ടണത്തെ ചുറ്റിയാണ് വന്നത്? ബദ്രിനാഥ്. അളകനന്ദ ഏത് പട്ടണത്തെ ചുറ്റി വന്നോ? ബദ്രിനാഥിനെ ചുറ്റിയാണ് വന്നത്. ഇനി അടുത്ത നമ്മുടെ ചമ്പലുണ്ടല്ലോ, യമുനയുടെ പോഷകതി ചമ്പല്. ഈ ചമ്പലിന്റെ പോഷകതിയാണ് ക്ഷിപ്ര. ചമ്പലിന്റെ പോഷകതിയാണ് ഏത്? ക്ഷിപ്ര. ചമ്പലിന്റെ പോഷകതി ക്ഷിപ്ര. ഈ ക്ഷിപ്രയുടെ തീരത്തുള്ള ഒരു പട്ടണമാണ് ഉജ്ജയിനി. നമ്മുടെ ഉജ്ജയിനി സ്ഥിതി ചെയ്യുന്നത് ക്ഷിപ്രയുടെ തീരത്താണ്. ഉജ്ജയിനി സ്ഥിതി ചെയ്യുന്ന ക്ഷിപ്രയുടെ തീരത്താണ്. യമുനയുടെ പോഷകതയാണ് ഇത്? ചമ്പൽ. ചമ്പലിന്റെ പോഷകതയാണ് ഇത്? ക്ഷിപ്ര. ക്ഷിപ്രയുടെ തീരത്തെ പട്ടണമാണ് ഇത്? ഉജ്ജയിനി.
എന്നാൽ ഏറ്റവും തെക്കെന്നുള്ള പോഷകനദി ഏതാണ്? ഗംഗയുടെ ഏറ്റവും തെക്കെന്നുള്ള പോഷകനദി. ഗംഗയുടെ ഏറ്റവും തെക്കെന്നുള്ള പോഷകനദി ചോദിച്ചു കഴിഞ്ഞാൽ സോണാണ്. യഥാർത്ഥത്തിൽ യമുനയുടെ പോഷക നദിയാണ് സോൺ. പക്ഷേ സോൺ എന്ന് പറഞ്ഞാൽ ആരുടേതും കൂടെ ആണ്? ഗംഗയുടേതാണ്. കാരണം യമുനയുടെ പോഷകനദി എല്ലാം ആർക്കൂടെ ഉണ്ട്? ഗംഗയ്ക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ സോൺ എന്ന് പറയുന്നത് ഏറ്റവും തെക്ക് എന്നുള്ള പോഷകനദിയാണ്. ഏറ്റവും തെക്ക് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ സോണം. എന്നാൽ സോണിൻ്റെ ഒരു പോഷകനദിയുണ്ട് റിഹാന്ത്. സോണിൻ്റെ പോഷകനദി എന്താണ്? റിഹാന്ത്. സോണിൻ്റെ പോഷകനദി റിഹാന്ത്. ഈ റിഹാന്തിലുള്ള ഒരു അണക്കെട്ടിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. ഏതാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. ക്ലിയർ ആണല്ലോ? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. ഗോവിന്ദ് ഇതെല്ലാം ഒറ്റ പേരാണ്, ഒരുമിച്ച് വായിക്കുക. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നുള്ളൂ. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം ആണ് പേര്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് റിഹാന്തിലാണ്. ഇനി അടുത്തൊരു പോവാം. ഇനി നമ്മുടെ ഈ ഏറ്റവും വലിയ പാലം, ഗംഗയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാലം നമ്മുടെ ബീഹാറിൽ, പാറ്റ്നയുടെ സൈഡിലെ ബീഹാറിലുണ്ട്. മഹാത്മാഗാന്ധി സേതു പാലം. മഹാത്മാഗാന്ധി സേതു പാലം നമ്മുടെ ഏറ്റവും നീളം കൂടിയ ഗംഗയ്ക്ക് കുറുകെയുള്ള പാലം ചോദിച്ചാൽ മഹാത്മാഗാന്ധി സേതു. പക്ഷേ ഇന്ത്യയിൽ ഇതിന് 2ാം സ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ചോദിച്ചാൽ ധോള സാദിയ അല്ലെങ്കിൽ ഭൂപൻ ഹസാരികയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ധോള സാദിയ അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക. അത് ബ്രഹ്മപുത്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ബ്രഹ്മപുത്രയിൽ. എന്നാൽ 2ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി സേതു ഗംഗയ്ക്ക് കുറുകെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം ധോള സാദിയ അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക ബ്രഹ്മപുത്രയിലാവും. എന്നാൽ ഇന്ത്യയിലെ 2ാമത്തെ നീളം കൂടി ചോദിച്ചാൽ മഹാത്മാഗാന്ധി സേതു ഗംഗയിലുമാണ് ചെയ്യുക. മഹാത്മാഗാന്ധി സേതു ഗംഗയിലുമാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത, ഗംഗയ്ക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം ചോദിച്ചാൽ ഏതാണ്? മഹാത്മാഗാന്ധി സേതു. ഗംഗയ്ക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം മഹാത്മാഗാന്ധി സേതു. ഗംഗയ്ക്ക് കുറുകെയുള്ളത് മഹാത്മാഗാന്ധി സേതു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാലങ്ങൾ ചോദിക്കാറുള്ളത് ഹൂഗ്ലിയിലാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. ഹൂഗ്ലിയിലുള്ള ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുന്ന പാലത്തിന്റെ പേരാണ് ഹൗറ ബ്രിഡ്ജ്. ഹൗറ. ഇതിന്റെ മറ്റൊരു പേരാണ് രബീന്ദ്ര സേതു. ഹൗറയുടെ മറ്റൊരു പേരാണ് ഇത് രബീന്ദ്ര സേതു. രബീന്ദ്ര സേതു. ഈ ഹൗറ ബ്രിഡ്ജ് മാത്രമല്ല, വേറെയും പാലങ്ങളെക്കുറിച്ച് ചോദിക്കാനുണ്ട്. ഒന്ന് വിവേകാനന്ദ സേതു, വിദ്യാസാഗർ സേതു, നിവേദിത സേതു. ഈ 3 കൂടെ ഒരു സെക്ഷനായിട്ട് പഠിച്ചോളൂ. ഒന്ന് വിവേകാനന്ദ സേതു. ഇനി അത് ശിഷ്യയുണ്ടല്ലോ നിവേദിത, അതുകൊണ്ട് ഓർമ്മ സിസ്റ്റർ നിവേദിത. അപ്പോൾ വിവേകാനന്ദ സേതു, നിവേദിത സേതു, വിദ്യാസാഗർ സേതു. അപ്പോൾ 4 പാലങ്ങൾ പഠിച്ചു. ഹൗറ ബ്രിഡ്ജ്, ഇനി വിവേകാനന്ദ സേതു, നിവേദിത സേതു, വിദ്യാസാഗർ സേതു. 4 പാലം. ഓക്കെ ആണല്ലോ? ഇനി 2 തൂക്കുപാലങ്ങൾ ഋഷികേശിൽ സ്ഥിതി ചെയ്യുന്ന 2 തൂക്കുപാലങ്ങളുണ്ട്. അത് ഒന്നിന്റെ പേര് ഇതാണ് രാംചൂല. അടുത്തത് ലക്ഷ്മൺ ചൂല. രാംചൂല, ലക്ഷ്മൺ ചൂല. ഋഷികേശിൽ സ്ഥിതി ചെയ്യുന്ന തൂക്കുപാലമാണ് ഏതൊക്കെ? രാംചൂല, ലക്ഷ്മൺ ചൂല. ഋഷികേശിൽ സ്ഥിതി ചെയ്യുന്ന തൂക്കുപാലമാണ് ഏതൊക്കെ? രാംചൂല, ലക്ഷ്മൺ ചൂല. ഋഷികേശിൽ സ്ഥിതി ചെയ്യുന്ന രാംചൂല, ലക്ഷ്മൺ ചൂല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും ഒരു സെറ്റായിട്ട് അത് പഠിച്ചു വെച്ചോ. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് പോകുന്നു. അതിനു മുന്നേ ഒന്നുകൂടെ പറയാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ, നമ്മുടെ ദേശീയ നദി ഗംഗ. അപ്പോൾ ദേശീയ നദിയെ പ്രഖ്യാപിച്ച ഡേറ്റോടെ ഓർത്തോളൂ, 2008 നവംബർ 4. 2008 നവംബർ 4 നമ്മുടെ ദേശീയ നദിയാണേത്? ഗംഗ. ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. അപ്പോൾ നമ്മുടെ ഏറ്റവും നീളം കൂടിയ നദി, നമ്മുടെ ദേശീയ നദി. ഇനി നമ്മുടെ ഏറ്റവും അധികം പോഷക നദികളുള്ള നദി, മലിനീകരണം ഏറ്റവും കൂടിയ ഹിമാലയൻ നദി, ഇതെല്ലാം ഗംഗ തന്നെയാണ്. അടുത്ത ഗംഗാ നദിയുടേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊരു ഓർഡറിൽ പഠിക്കാം. ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ്. വരുന്ന വഴിക്ക് ഭഗീരഥി എന്നറിയപ്പെട്ടു. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥിയിലാണ്. ഉത്തരാഖണ്ഡാണ് സംസ്ഥാനം. കുറച്ചുകൂടെ കഴിയുമ്പോൾ അളകനന്ദ എന്ന് പറയുന്ന ഒരു നദിയുമായിട്ട് സംയോജിച്ചു. ബദ്രിനാഥിന് ചുറ്റുമൊഴുകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അളകനന്ദയാണ്. സംയോജിച്ച് ചോദിച്ചാൽ ദേവപ്രയാഗാണ്, അത് ഉത്തരാഖണ്ഡിലാണ്. കുറച്ചുകൂടെ ദൂരം പിന്നിട്ടപ്പോൾ ഉത്തരാഖണ്ഡിൽ തന്നെ ഒരു ദേശീയോദ്യാനമാണ് ജിം കോർബത്ത്. ജിം കോർബത്തിനെ ചുറ്റി വന്നത് ഏതാണ്? രാംഗംഗ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നേരെ ഉത്തരമഹാസമതലങ്ങളിലേക്ക് വരുന്നു. ഉത്തരമഹാസമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഏത് വഴിയാണ്? ഹരിദ്വാർ വഴി. ഓക്കെ. അതുകൊണ്ട് ഉത്തരമഹാസമതലങ്ങളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഏറ്റവും നീളം കൂടിയ പോഷക നദി വരുന്നുണ്ട്. ഏതാണ് ഏറ്റവും നീളം കൂടിയത്? യമുന. യമുനയുടെ തീരത്താണെങ്കിലോ ഡൽഹി, ആഗ്ര, താജ്മഹൽ. യമുനയുടെ പോഷക നദികളാണ് ഏതൊക്കെ? ചമ്പൽ, ബതുവ, കെൻസോൺ. അതിൽ ചമ്പലിന്റെ പോഷക നദിയാണ് ഏത്? ക്ഷിപ്ര. ക്ഷിപ്രയുടെ തീരത്തെ പട്ടണം ഉജ്ജയിനി.
ഏറ്റവും തെക്കെന്നുള്ളത് സോൺ. സോണിന്റെ പോഷതി റിഹാന്ത്. റിഹാന്തിലുള്ള അണക്കെട്ട് ഏതാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. റിഹാന്തിലുള്ള അണക്കെട്ട് ഏതാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. ഓക്കെ ആണല്ലോ. അടുത്തത് ഇത് രണ്ടും ചേർന്നത്, അതായത് നമ്മുടെ ഗംഗയും യമുനയും ചേർന്നത് അലഹബാദിലെ പ്രയാഗിൽ വെച്ച്, അതിപ്പോൾ പ്രയാഗ് രാജ് എന്നാണ് അറിയപ്പെടുക. നേപ്പാളിൽ നിന്ന് വന്നത് ഏതാണ്? കോസി. അങ്ങനെയാണെങ്കിൽ കോസി നദീജല തർക്കം നിലനിൽക്കുന്ന രാജ്യം ഏതായിരിക്കും? കോസി നദീജല തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ നേപ്പാളും ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോസി ആണെങ്കിൽ ഇന്ത്യയുടെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം, ഏറ്റവും അപകടകാരിയായ നദി. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും വലിയ കൈവഴി അല്ലെങ്കിൽ പ്രധാന കൈവഴി ചോദിച്ചാൽ ഇതാണ് ഹൂഗ്ലി. പ്രധാന കൈവഴി ഹൂഗ്ലി. അപ്പോൾ കൊൽക്കത്ത പട്ടണത്തെ ചുറ്റി ഒഴുകുന്നതാണ് ഏത്? ഹൂഗ്ലി. കൊൽക്കത്ത പട്ടണത്തെ ചുറ്റി ഒഴുകുന്നത് ഹൂഗ്ലി. കൊൽക്കത്ത പട്ടണത്തെ ചുറ്റി ഒഴുകുന്നത് ഹൂഗ്ലി. ഹൂഗ്ലിയിലെ പാലമാണ് ഏതൊക്കെ? ഹൗറ ബ്രിഡ്ജ് അല്ലെങ്കിൽ രവീന്ദ്ര സേതു. മറ്റ് പാലങ്ങളോ? ഒന്ന് വിവേകാനന്ദ സേതു, നിവേദിത സേതു, വിദ്യാസാഗർ സേതു. 2 തൂക്കുപാലം ഋഷികേശിൽ, രാം ചൂല, ലക്ഷ്മൺ ചൂല. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. അടുത്തൊരു സെറ്റായിട്ട് നമ്മൾ 2 പ്രയാഗുകൾ പഠിച്ചു, ദേവപ്രയാഗും പ്രയാഗരാജും. ഈ പ്രയാഗ്രാജിൻ്റെ ഭാഗത്ത് മറ്റൊരു നദി പണ്ട് കാലത്ത് സംയോജിച്ചിരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് സരസ്വതി. പ്രാചീന കാലത്ത് സരസ്വതി എന്ന് പറയുന്ന ഒരു നദി കൂടെ ഉണ്ടായിരുന്നു. ഈ നദിയാണെങ്കിൽ പിന്നീട് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അപ്രത്യക്ഷമായി. ഹിമാലയ പർവ്വതം എന്ന് പറഞ്ഞാൽ 2 ഫലകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാണ് രൂപപ്പെട്ടത്. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും ഇത് രണ്ടും കൂടെ വന്നിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടി ഉണ്ടായതാണ് ഇത് ഹിമാലയ പർവ്വതം. ഈ ഹിമാലയ പർവ്വതത്തിൻ്റെതായിട്ടുള്ള രൂപീകരണ വേളയിൽ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതകൾ, അത് വ്യത്യാസങ്ങൾ സംഭവിച്ചു. കാരണം 2 ഫലകങ്ങളിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഏരിയയാണ്. അത് രണ്ടും കൂട്ടിമുട്ടിയപ്പോഴത്തേക്ക് ആ ഭാഗത്ത് ഒരു മടക്ക് പർവ്വതം വന്നു, അതാണ് ഹിമാലയം. അങ്ങനെ ഉണ്ടായ ഒരു നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് വ്യതിയാനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും, അതായത് ചെറിയ ചേഞ്ചസ് വന്നപ്പോഴത്തേക്കും ഹിമാലയ നദിയായ സരസ്വതി എന്ത് ചെയ്യുന്നു? അപ്രത്യക്ഷമാവുന്നു. അത് ഉൾവലിയുന്നു. അതിപ്പോൾ രാജസ്ഥാനിലും ഹരിയാനയിലൊക്കെ ആയിട്ട് ഭൂമിയുടെ ഉള്ളിലാണ് ഒഴുകുന്നത്. ഭൂമിയുടെ ഉള്ളിലൂടെ ഒഴുകുന്നതാണ് ഏത്? സരസ്വതി നദി. അപ്പോൾ ഈ സരസ്വതി നദി പണ്ട് കാലത്ത് ഒഴുകിയിരുന്നു. പണ്ട് കാലത്ത് നന്നായിട്ട് ഭൂമിയുടെ മുകളിലൂടെ ഒഴുകിയ സമയത്ത് നമ്മുടെ ഗംഗയും യമുനയുടേതായിട്ടുള്ള ഭാഗത്ത് ഇത് വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗംഗയും യമുനയും ഈ സരസ്വതിയും കൂടെ 3 കൂടെ ചേരുന്ന സ്ഥലമാണ് പ്രയാഗ്. ഈ പ്രയാഗിനെ നമ്മൾ വിളിക്കുന്നതാണ് ത്രിവേണി സംഗമം. പ്രയാഗിനെ വിളിക്കുന്നതെന്നല്ല, അതായത് 3 കൂടെ ചേരുന്ന സ്ഥലം. ഓക്കെ, ഇന്ന് നമ്മൾ പ്രയാഗ്, ഇന്ന് 2 എണ്ണമേ ഉള്ളൂ, സരസ്വതി ഇല്ല, ഭൂമിക്കടിയിലായി പോയി. അപ്പോൾ പണ്ട് കാലത്ത് 3 ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ത്രിവേണി സംഗമം. ഏതാണ്? ത്രിവേണി സംഗമം. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത നമ്മൾ മഹാത്മാഗാന്ധിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഗംഗയ്ക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം. ഇന്ത്യയിലാണെങ്കിൽ 2ാമത്തേത്. ഇനി അടുത്ത മലിനീകരണം കൂടിയ നദി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടെ പറയാം. നമ്മുടെ മലിനീകരണം വരാനുള്ള കാരണം എന്താ പറയുക? ഒരുപാട് പട്ടണങ്ങൾ ഇതിൻ്റെ തീരത്താണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയായിരിക്കും? ഗംഗാ നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ. ഒന്ന് നമ്മൾ പഠിച്ചു ഋഷികേശ്, അല്ലേ? ഋഷികേശിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഉത്തരമഹാസമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഏത് വഴിയാണ്? ഋഷികേശ് നമ്മൾ 2 തൂക്കുപാലങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രവേശിക്കുന്നത് ഹരിദ്വാറാണ് കേട്ടോ. ഓക്കെ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഋഷികേശ് ഒരു പട്ടണമാണ്, അവിടെ പഠിച്ചത് രാം ചൂല, ലക്ഷ്മൺ ചൂല. ഒന്ന് ഋഷികേശിൽ എന്താണ് പഠിച്ചത്? രാം ചൂല, ലക്ഷ്മൺ ചൂല. അടുത്തത് ഹരിദ്വാർ. ഹരിദ്വാറിൽ എന്താണുള്ളത്? ഉത്തരമഹാസമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഏത് വഴിയാണ്? ഹരിദ്വാർ വഴി. അത് കഴിഞ്ഞിട്ട് അലഹബാദ്. നമ്മൾ അലഹബാദിൽ പഠിച്ചില്ലേ ത്രിവേണി സംഗമം അല്ലെങ്കിൽ പ്രയാഗ് വരുന്നത് അലഹബാദ്. ഓക്കെ, പിന്നെ നമ്മുടെ ബീഹാറിൻ്റെ ഭാഗത്തായിട്ട് ഏത് കാണും? പാറ്റ്ന ഉണ്ട്. ബീഹാറിൻ്റെ ഭാഗത്ത് പാറ്റ്ന ഉണ്ട്. പിന്നെ കാൺപൂർ, ഉത്തർപ്രദേശിൻ്റെ ഭാഗത്ത് തന്നെ ഏതുണ്ട്? കാൺപൂർ ഉണ്ട്. കാൺപൂറാണ് ഗംഗയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം. ഏതാണ്? കാൺപൂർ. ഇനി വാരണാസിയും ഇവിടെ തന്നെയുണ്ട്. വാരണാസി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്തരം പട്ടണങ്ങൾ നോക്കിയോടാ. രാം ചൂല, ലക്ഷ്മൺ ചൂലയൊക്കെ ഉള്ളത് എവിടെയായിരുന്നു? ഋഷികേശ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഉത്തരമഹാസമതലങ്ങളിൽ പ്രവേശിച്ചത് ഹരിദ്വാർ. അത് കഴിഞ്ഞിട്ട് അലഹബാദിലെ പ്രയാഗ്, അവിടെ അലഹബാദ്. അതിൻ്റെ ബീഹാറിൽ പാറ്റ്ന. അത് കഴിഞ്ഞിട്ട് വാരണാസി, പിന്നെ കാൺപൂർ. ഇതൊക്കെ പ്രധാന പട്ടണമാണ്. ഗംഗാ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ്. ഒന്ന് ഋഷികേശ്, ഹരിദ്വാർ, വാരണാസി, അലഹബാദ്, കാൺപൂർ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തേത് ഏറ്റവും അവസാനമായിട്ടുള്ളത് പാറ്റ്ന. ഒന്നുകൂടെ ഋഷികേശ്, ഹരിദ്വാർ, കാൺപൂർ, പാറ്റ്ന, പിന്നെ അത് കഴിഞ്ഞിട്ട് വാരണാസി, അലഹബാദ്. ഇതിലേറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൺപൂർ. ഇതിലേറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ കാൺപൂർ ആണേ. അപ്പോൾ നമ്മുടെ ഗംഗാ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം ചോദിച്ചു കഴിഞ്ഞാൽ കാൺപൂർ. സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. അതിലേറ്റവും വലിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഏതായിരിക്കും? ഉത്തർപ്രദേശ്. ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതിലോട്ട് പോകാം, കുംഭമേള. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് പോകുന്നത്. നമുക്കപ്പോൾ അടുത്തതിലോട്ട് നോക്കാം. ഇനി കുംഭമേളയാണ് പറയുന്നത്. കുംഭമേള എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ടും 12 വർഷത്തിലൊരിക്കൽ ഉള്ള കുംഭമേളയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. 12 വർഷത്തിലൊരിക്കലുള്ള കുംഭമേള. കുംഭമേള എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 12 വർഷത്തിലൊരിക്കലുള്ളതിനെ നമ്മൾ സാധാരണ കുംഭമേളയായിട്ടും 144 വർഷത്തിലൊരിക്കലുള്ളതിനെ മഹാകുംഭമേളയായിട്ടും അതുപോലെ തന്നെ 6 വർഷത്തിലൊരിക്കലുള്ളതിനെ നമ്മൾ അർദ്ധകുംഭമേളയായിട്ടും കണക്കാക്കുന്നുണ്ട്. ഈ 3 കുംഭമേളയാണ് പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. 12 വർഷത്തിലൊരിക്കലുള്ളത് കുംഭമേള. ഇത് നടക്കുന്നത് സ്ഥലങ്ങളാണ് പ്രധാനം. ശ്രദ്ധിച്ചോളൂ, സ്ഥലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 1 അലഹബാദ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക്. 4 സ്ഥലം. ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്കായിരുന്നു 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നത്. ഒന്നാമത്തത് ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. അപ്പോൾ ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക് എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും 12 വർഷത്തിലൊരിക്കലുള്ള കുംഭമേള നടക്കുന്നത്. എന്നാൽ 6 വർഷത്തിലൊരിക്കലുള്ള നടക്കുന്നത് 2 സ്ഥലങ്ങളിലേ ഉള്ളൂ. അപ്പോൾ 12ന്റെ പകുതിയാണല്ലോ 6. അങ്ങനെ ഓർമ്മിച്ചുള്ളൂ, 2 സ്ഥലങ്ങളിലേ ഉള്ളൂ. അത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ ഹരിദ്വാർ, അലഹബാദ്. ഹരിദ്വാറും അലഹബാദും. ക്ലിയർ ആണല്ലോ? അടുത്തത് മഹാകുംഭമേള. മഹാകുംഭമേള നടക്കുന്നത് 144 വർഷം. 144 വർഷത്തിലൊരിക്കൽ. അത് ഒരു സ്ഥലത്തേ ഉള്ളൂ, അലഹബാദ്. ഓക്കെ, അപ്പോൾ നോക്കാം. കുംഭമേള 3 പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. 1 12 വർഷത്തിലേക്കുള്ള കുംഭമേള, 4 സ്ഥലം. ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. 6 വർഷത്തിലുള്ളത് എവിടെയായിരുന്നു? അത് 2 സ്ഥലങ്ങളിലേ ഉള്ളൂ, ഹരിദ്വാറും അലഹബാദും. അടുത്തത് മഹാകുംഭമേള 144 വർഷം. അത് ഒരിടത്തേ ഉള്ളൂ, അലഹബാദ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്നായിരുന്നു കുംഭമേള എന്ന് പറയുമ്പോൾ ഈ 3 ഓർമ്മിക്കേണ്ടത്. ഇനി അടുത്തൊരു സെക്ഷനായിട്ട് പറയുന്നത് ഇതാണ്, നമ്മുടെ ഈ നദികളുടെ പോഷക നദികൾ. പോഷക നദികൾ നമുക്ക് ഇടത് കരയിലുള്ളവ, വലത് കരയിലുള്ളവ എന്നുണ്ട്. വീണ്ടും ഏറ്റവും അവസാനമായിട്ട് ഈ കാണുന്ന എല്ലാ പോഷക നദികളുടേതായിട്ടുള്ള ഭാഗത്ത്, അതായത് ഓരോ പോഷക നദികളുടെയും ഭാഗത്തായിട്ട് നമ്മൾ ഇടത് കര വലത് കര എന്ന് പഠിച്ചതുപോലെ തന്നെ ഉൽപ്പത്തി പ്രവാഹം ഒന്നും കൂടെ തിരിച്ച് പഠിക്കേണ്ടി വരും. പിന്നെ കുറച്ച് പ്രയാഗുകൾ പഠിക്കേണ്ടി വരും. കർണപ്രയാഗ്, വിഷ്ണുപ്രയാഗ്, രുദ്രപ്രയാഗ് എന്നിവയെല്ലാം പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം വരച്ച അതേ വരകളിൽ പ്രധാനപ്പെട്ട വരകൾ വരയ്ക്കാം. ഇനി വരയ്ക്കുന്ന വരകൾ അല്ലെങ്കിൽ പോഷക നദികളെല്ലാം കൃത്യമായിട്ട് ഇതേ നീളം ഇതേപോലെ ആണെന്നില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ചില നദികളുടേതായിട്ടുള്ള നീളം കൂട്ടിയും കുറച്ചൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന ഭൂപടം അല്ലെങ്കിൽ ഈ കാണുന്ന നദിയുടേതായിട്ടുള്ള റിവർ സിസ്റ്റം ഇത് തന്നെയാണ് എങ്കിലും നദികളുടെ നീളം ചിലപ്പോൾ ഞാൻ വലുതാക്കി വരയ്ക്കുന്നുണ്ട്, ചെറുതാക്കി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. കാരണം നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ ഇരിക്കുക. ഇപ്പോൾ ഇനി അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഇത്രയും നീട്ടി വരയ്ക്കുന്നത്. നിങ്ങൾ ഗംഗാ റിവർ സിസ്റ്റം ഭൂപടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയൊന്നും നീളം കാണില്ല. അപ്പോൾ ഞാൻ എൻ്റേതായ ചെറിയ മാറ്റം വരുത്തിയാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അതോടെ ഓർമ്മിക്കുക. ഓക്കെ, ആദ്യം ഇതറിയപ്പെട്ട പേര് ഏതായിരുന്നു? ഭഗീരഥി. അത് കഴിഞ്ഞിട്ട് ഏതാണ് വന്നത്? അളകനന്ദ. എവിടെ വെച്ച് സംയോജിച്ചു? ദേവപ്രയാഗ്. തുടർന്നറിയപ്പെടുന്ന പേരാണേത്? ഗംഗ. അത് കഴിഞ്ഞിട്ട് ഏതാണ് വന്ന് സംയോജിച്ചത്? യമുന. എവിടെ വെച്ചിട്ട്? പ്രയാഗിൽ വെച്ചിട്ട്, അലഹബാദിലെ പ്രയാഗിൽ വെച്ചിട്ട്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ജിംഗോർബത്തിനെ ചുറ്റി വന്നതോ? രാംഗംഗ. യമുനയുടെ പോഷകനദികൾ ചമ്പൽ, ബെതുവ, കെൻ, സോൺ. ഏറ്റവും തെക്കുന്നുള്ളതാണ് ഏത്? സോൺ. സോണിൻ്റെ പോഷകനദി റിഹാന്ത്. റിഹാന്തിലുള്ള അണക്കെട്ടാണ് ഏത്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. യമുനയുടെ പോഷകനദിയാണ് ഏത്? ചമ്പൽ. ചമ്പലിൻ്റെ പോഷകനദിയാണ് ഏത്? ക്ഷിപ്ര. ക്ഷിപ്രയുടെ പോഷകനദിയാണ് ഏത്? ക്ഷിപ്രയുടേതായിട്ടുള്ള പട്ടണമാണ് ഏത്? ഉജ്ജയിനി. ഗംഗയുടേത് യമുന, യമുനയുടേത് ചമ്പൽ, ചമ്പലിൻ്റെത് ക്ഷിപ്ര, ക്ഷിപ്രയുടെ തീരത്തുള്ള പട്ടണമാണ് ഇത്? ഉജ്ജയിനി. ക്ലിയർ ആണല്ലോ?
കുറച്ച് മുന്നേ നമ്മൾ ഉജ്ജയിനി പഠിച്ചില്ലേ, കുംഭമേള. അപ്പോൾ ഉജ്ജയിനി, കുംഭമേള നടക്കുന്ന ഒരു സ്ഥലം, കുംഭമേള നടക്കുന്ന ഉജ്ജയിനി. മഹാരാഷ്ട്രയുടെ ഭാഗത്ത് തന്നെയാണ് അടുത്ത നാസിക്. ഈ നാസിക്കും കുംഭമേള നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഉത്തരമഹാസമതലങ്ങളിലേക്ക് പ്രവേശിച്ചത് ഹരിദ്വാർ, കുംഭമേള നടക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഗംഗയും യമുനയും സംയോജിച്ചത് അലഹബാദ്, കുംഭമേള നടക്കുന്ന സ്ഥലം. അപ്പോൾ കുംഭമേള 12 വർഷത്തിലൊരിക്കൽ നടന്ന 4 സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. ക്ലിയർ ആണല്ലോ? ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് 2 എണ്ണമാണുള്ളത്. കറക്റ്റ് ഗംഗയുടെ തീരത്തിനുള്ളത് 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഹരിദ്വാറും അലഹബാദും. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് കൃത്യമായിട്ട് ഗംഗയിൽ തന്നെയാണ്. ഈ ഹരിദ്വാറും അലഹബാദും രണ്ടും സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഉജ്ജയിനി, നാസിക്കോ പോഷക നദിയുടെയൊക്കെ ഭാഗത്താണ് ഉജ്ജയിനി, നാസിക്കൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഹരിദ്വാറും അലഹബാദും എന്ന് പറയുന്ന ഈ 2 എണ്ണമാണ് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നുകൊണ്ട് 6 വർഷത്തിലൊരിക്കലുള്ള അർദ്ധ കുംഭമേള ഈ 2 നടത്തിയത്. ഓക്കെ ആണല്ലോ? 4 എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഹരിദ്വാറും അലഹബാദ്, ഉജ്ജയിനി, നാസിക്, അതായത് കുംഭമേള. അർദ്ധ കുംഭമേള ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഹരിദ്വാറും അലഹബാദും 2 ഇനി മഹാകുംഭമേള ചോദിച്ചാലോ ഈ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ത്രിവേണി സംഗമമൊക്കെ നടന്നത്. ത്രിവേണി സംഗമം ഏതൊക്കെയായിരുന്നു? ഗംഗ, യമുന, ഗംഗയും ബ്രഹ്മോത്രയും സരസ്വതിയും. ഈ 3 നടന്നതാണ് ഇത് ത്രിവേണി സംഗമം. അപ്പോൾ ഇതെല്ലാം നടന്നത് എവിടെയാണ്? അലഹബാദിലെ പ്രയാഗില്. അപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 144 വർഷത്തിലൊരിക്കലുള്ള മഹാകുംഭമേള നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നേപ്പാളിൽ നിന്ന് വന്നു. ഏതാണ്? കോസി. ഇന്ത്യയുടെ ദുഃഖം കോസി, ബീഹാറിന്റെ ദുഃഖം കോസി, ഏറ്റവും അപകടകാരിയായതും കോസി. ബംഗാളിന്റെ ദുഃഖം ദാമോദർ. കൈവഴി ഹൂഗ്ലി. ഹൂഗ്ലി തീരത്തെ പട്ടണം ചോദിച്ചാലോ ഏതാണ്? കൊൽക്കത്ത. എങ്കിൽ നമ്മുടെ ബദ്രിനാഥ് പട്ടണം ഏത് തീരത്തായിരുന്നു? അളകനന്ദ. ഗംഗയുടെ തീരത്ത് ഏതൊക്കെ പട്ടണമായിരുന്നു? ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി വരുന്നില്ല, വാരണാസി, പിന്നെ അതിൻ്റെ ഋഷികേശ്, പാറ്റ്ന, കാൺപൂർ. ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാലോ കാൺപൂർ. ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനമോ? അത് ഉത്തർപ്രദേശ്. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളോട് ഒഴുകി? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഏതൊക്കെ രാജ്യത്തിലൂടെ ഒഴുകി? ഇന്ത്യയും ബംഗ്ലാദേശും. അപ്പോൾ ഗംഗാ നദി ജലതർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയായിരിക്കും? ഇന്ത്യയും ബംഗ്ലാദേശും. ഗംഗാ നദി ജലതർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ ഇന്ത്യയും ബംഗ്ലാദേശും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇടതുകര വലതുകര എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നദികളുടെ പോഷക നദികളെ വേർതിരിക്കണം. നമുക്കിവിടെ പ്രധാനമായിട്ടും ഇത്രയും പോഷക നദികളാണുള്ളത്. ഏതൊക്കെയായിരിക്കും? ഒന്ന് നമ്മുടെ ഉൽപ്പത്തി പ്രവാഹം എന്നാണ് ഇതിനെ അറിയപ്പെടുക. തൽക്കാലം നമുക്ക് ഉൽപ്പത്തിയും ഇടതും വലതും ഒന്നും പഠിക്കേണ്ട. മൊത്തത്തിൽ ആദ്യം നോക്കുക, എന്നിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ആദ്യത്തത് ഒന്ന് ഭഗീരഥി വരുന്നുണ്ട്, അളകനന്ദ, രാംഗംഗ, യമുന, ചമ്പൽ, ബെതുവ, കെൻ, സോൺ. അതുണ്ടോ? കോസി, ദാമോദർ. ക്ലിയർ ആണല്ലോ? പ്രധാന പോഷക നദികളാണ്. അപ്പോൾ പ്രധാന പോഷക നദികൾ ഇവയാണ്. ഒന്നുകൂടെ പറയാം. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഒന്ന് ഭഗീരഥി, അളകനന്ദ, രാംഗംഗ, യമുന, ചമ്പൽ, ബെതുവ, കെൻ, സോൺ, കോസി, ദാമോദർ. ക്ലിയർ ആണല്ലോ? ഇത്രയുമാണ് പ്രധാന പോഷകങ്ങൾ. ഇതിന് നമ്മൾ വലത് ഭാഗത്തേക്ക് ഒഴുകുന്നവ, ഇടത് ഭാഗത്തേക്ക് ഒഴുകുന്നവ എന്ന് 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. വലത് ഭാഗത്തേക്ക് തരംതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വര ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ വലത് സൈഡ് ഇടത് സൈഡ് ആ കോൺസെപ്റ്റ് അല്ല. നമുക്ക് വലത് സൈഡ് ഇടത് സൈഡ് എന്ന കോൺസെപ്റ്റല്ല. ഈ നദിയുടെ വലത് ഭാഗം ഇടത് ഭാഗം, ഇതാണ് കോൺസെപ്റ്റ്. നദി ഇതാ ഒഴുകുകയാണ്. ഈ നദിയുടേതായിട്ടുള്ള വലത് സൈഡ് ഇടത് സൈഡ്. അപ്പോൾ വലത് സൈഡ് ഇടത് സൈഡ് എന്ന് തിരിക്കുന്ന പോലെ ഉൽപ്പത്തി പ്രവാഹം എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. ഉൽപ്പത്തി പ്രവാഹം എന്താണ്? ഉൽപ്പത്തി പ്രവാഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു നദി ആദ്യമേ ഭയങ്കരമായിട്ടൊരു വലിയ ജലസ്രോതസ്സായിട്ട് ഇങ്ങനെ ഒഴുകി വരികയല്ല ചെയ്യുന്നത്. നദി എങ്ങനെ ഉത്ഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പർവ്വതത്തിൽ ധാരാളം ജലം സംഭരിക്കപ്പെട്ടു, മഴയായിട്ട് അല്ലേ? മഴയായിട്ട് നമ്മൾ ജലം സംഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് സാധാരണയായിട്ട് നമുക്ക് ജലം, അതായത് നദി അല്ലെങ്കിൽ പുഴ എന്നൊക്കെ ഇങ്ങനെ ഒഴുകി തുടങ്ങുന്നത്. നമ്മൾ സ്കൂൾ ക്ലാസ് മുതലേ പഠിക്കുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്ന ഒരു ചിത്രമുണ്ട്. നമുക്ക് എല്ലാ കുട്ടികളും ഈ ഒരു ചിത്രം വരച്ച് തന്നെയാണ് വരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പർവ്വതം വരയ്ക്കും, ചെറിയ വര, വലിയ വര, ചെറിയ വര, വലിയ വര, ഒരു സൂര്യനെ വരയ്ക്കും അല്ലേ? ഒരു ചെറിയ വരയും വലിയ വരയൊക്കെ വരച്ച് സൂര്യനെയും വരച്ചിട്ട് പർവ്വതങ്ങളും വരച്ച്, പിന്നെ ബാക്കി നമ്മുടെ കഴിവ് പോലെ മേഘം, പിന്നെ കാക്ക ഇല്ലേ, കാക്ക, ചരിഞ്ഞു നിൽക്കുന്ന തെങ്ങ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ വരയ്ക്കും. ഏറ്റവും അവസാനം ഒരു സംഭവം വരയ്ക്കും. ഏറ്റവും അവസാനം വരയ്ക്കുന്നതാണ് ഒരു നദി. പർവ്വതങ്ങളുടെ നടുക്ക് നിന്ന് ഒരു നദിയുടെ നമ്മൾ വരയ്ക്കാറുണ്ട് അല്ലേ?
ഒരുപക്ഷെ നമ്മുടെ ദേശീയ ചിത്രമായിട്ട് തന്നെ വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. അത്രത്തോളം എല്ലാവരും വരച്ച് ശീലിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ ചെറിയ നാളുകളിലെ നമുക്കറിയാം പർവ്വതങ്ങളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുക അല്ലേ? ഈ പർവ്വതങ്ങളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. നമ്മുടെ ഉപദ്വീപീയ നദികൾ പർവ്വതങ്ങളിൽ നിന്നും, ഹിമാലയ നദികൾ ഗ്ലേസിയർ മഞ്ഞുപാളി ഉരുകിയിട്ടുമാണ് വരിക. ഓക്കെ, അപ്പോൾ എവിടെ നിന്നായാലും, അതായത് മഞ്ഞുപാളിൽ നിന്നായാലും അല്ലെങ്കിൽ പർവ്വതങ്ങളിൽ നിന്നായാൽ പോലും ഒറ്റയടിക്ക് കുറേ വെള്ളം, ജലം, പ്രളയം പോലെ വരികയല്ല ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗ്ലേസിയറിൽ നിന്നാണെങ്കിൽ ചെറിയ രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വരുന്നു. പർവ്വതങ്ങളിലും അതുപോലെ തന്നെയാണ്. പല സൈഡിൽ നിന്നും ചെറിയ രീതിയിൽ ജലാശയങ്ങൾ ഒഴുകി വരുന്നു, എന്നിട്ടാണ് എല്ലാം ചേർന്ന് വരുന്നത്. ഗ്ലേസിയർ ആയാലും ഇത് തന്നെയാണ്. ഇതിൻ്റെ ആ ഒരു പൊസിഷൻ ഇത് തന്നെയാണ്. കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മഴ പെയ്ത് തീരുന്ന സമയത്ത്, മഴക്കാലത്ത് മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന സമയത്ത് മൺതിട്ട, ഉയർന്ന പ്രദേശം, നമ്മുടെ വീടിൻ്റെയൊക്കെ പരിസരങ്ങളിലായിരിക്കും, മൺതിട്ടയിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ചെറിയ ഊറ്റുപോലെ ചെറിയ നീരുറവകൾ വരുന്നത് കാണാം. മഴ തീരുമ്പോൾ ആ നീരുറവകൾ അല്ലെങ്കിൽ വറ്റിപ്പോ അല്ലെങ്കിൽ ചെറിയ ഊറ്റുപോലെ വരുന്നത് അത് അവിടെ നിൽക്കുകയാണ് ചെയ്യുക. ഇതുപോലെ നമ്മുടെ വനത്തിൻ്റെ ഉള്ളിൽ, കാടിനകത്തും അല്ലെങ്കിൽ ഈ പർവ്വത ചരിവുകളിലും ഇതുപോലെ ചെറിയ ഊറ്റുണ്ട്. നമ്മളതിനെ അരുവികൾ എന്നൊക്കെയാണ് സാധാരണ വിളിക്കുക. നമ്മുടെ മുട്ടളവിന് പോലും വെള്ളമില്ലാത്ത ചെറിയ ചെറിയ അരുവികൾ ഇല്ലേ, ഊറ്റ്, ചെറിയ രീതിയിൽ നീരുറവകൾ വരാറുണ്ട്. ഈ നീരുറവകളെല്ലാം കൂടെ വന്ന് ചേർന്നതിന് ശേഷമാണ് ഒരു വലിയ നദിയായിട്ട് ഒഴുകുക. അതുപോലെ ഗംഗയും ഈ ഗ്ലേസിയറിൽ നിന്നും അല്ലെങ്കിൽ ഗംഗോത്രിയിലെ ഗായ്മുഖിൽ നിന്ന് ഒറ്റയടിക്ക് വലിയൊരു പ്രളയമായിട്ട് വന്നതല്ല. ഇത് ഒരു സൈഡിൽ നിന്ന് ഭഗീരഥി എന്ന് പറഞ്ഞു വരുന്നു, ഒരു സൈഡിൽ നിന്നാണെങ്കിലോ ഇത് അളകനന്ദ എന്ന് പറഞ്ഞു വരുന്നു. ഇങ്ങനെ പല നദികൾ കൂടിച്ചേരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഏതെല്ലാം നദികൾ കൂടിച്ചേരുന്നാണോ ഒരു വലിയ നദി രൂപപ്പെട്ടത്, ആ ചെറിയ എല്ലാത്തിനും നമ്മൾ ഉൽപ്പത്തി പ്രവാഹം എന്ന് പറയും. ഇതുവരെ, അതായത് ഭഗീരഥിയും അളകനന്ദയും വന്ന് ചേർന്നിട്ട് ദേവപ്രയാഗ് വരെ അതിന് ഗംഗ എന്ന പേരില്ലായിരുന്നു. ഗംഗ എന്ന പേര് സ്വീകരിച്ച് എവിടെ വെച്ചിട്ടാണ്? ഉത്തരാഖണ്ഡിലെ നമ്മുടെ ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. ഈ ദേവപ്രയാഗ് മുതലാണ് ഇത് ഗംഗ എന്ന പേരൊഴുകിയത്. അപ്പോൾ ഗംഗ എന്ന പേരൊഴുകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള എല്ലാത്തിനെയും ഉൽപ്പത്തി പ്രവാഹം എന്ന് പറയും. ഉദാഹരണം ഇതാണ്. ഒന്നാമത്തത് മന്ദാകിനി, അടുത്തത് നന്ദാകിനി, അടുത്തത് പിണ്ടാർ, അടുത്തത് ധൗളി ഗംഗ. ക്ലിയർ ആണല്ലോ? അപ്പോൾ മന്ദാകിനി, നന്ദാകിനി, പിണ്ടാർ, ധൗളി ഗംഗ, ഈ പറയുന്ന ചെറിയ ചെറിയ നദികൾ വന്നിട്ട് അളകനന്ദയിൽ വന്ന് ചേർന്നു. അളകനന്ദ ആ ജലവും വഹിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഭഗീരഥിയുമായിട്ട് ചേർന്നു. ഭഗീരഥിയും ഈ അളകനന്ദയും കൂടെ എല്ലാ ജലവും കൂടെ സംയോജിപ്പിച്ച് വന്നത് ദേവപ്രയാഗിൽ. ഇനി അത് മുതലാണ് ഗംഗാ നദി ഗംഗ എന്ന പേരിൽ ഒഴുകാൻ തുടങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഗംഗാ നദി ഗംഗ എന്ന പേര് സ്വീകരിച്ചത് ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ചാണ്. അതുവരെ അതിനെ ചെറിയ ചെറിയ ഓരോ നദികളായിട്ട്, പോഷ നദിയായിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ഗംഗ എന്ന പേര് സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ അതിനെല്ലാത്തിനും ഉൽപ്പത്തി പ്രവാഹം എന്നാണ് വിളിക്കുക. അതായത് ഗംഗയുടെ ഉൽപ്പത്തിയുടെ ഭാഗത്തുള്ള പ്രവാഹങ്ങൾ, ഗംഗയുടെ ഉൽപ്പത്തിക്ക് കാരണമായ പ്രവാഹങ്ങൾ. ക്ലിയർ ആണല്ലോ? അത് ഏതൊക്കെയായിരുന്നു? ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, നന്ദാകിനി, പിണ്ടാർ, ധൗളി ഗംഗ. ഒന്നുകൂടെ, ഇത് നമുക്ക് ആദ്യമേ അറിയാം, ഭഗീരഥി. രണ്ടാമത്തത് അറിയാം, ഏതാണ്? അളകനന്ദ. ഇത് രണ്ടും അറിയാലോ, ഭഗീരഥിയും അളകനന്ദയും. ഓക്കെ, ഇനി അടുത്തതൂടെ ശ്രദ്ധിക്കുക, 4 എണ്ണം: മന്ദാകിനി, നന്ദാകിനി, പിണ്ടാർ, ധൗളി ഗംഗ. ഏതൊക്കെയാണ്? മന്ദാകിനി, നന്ദാകിനി, പിണ്ടാർ, ധൗളി ഗംഗ. ഏതൊക്കെയാണ്? മന്ദാകിനി, നന്ദാകിനി, പിണ്ടാർ, ധൗളി ഗംഗ. അപ്പോൾ 6 എണ്ണമുണ്ട്. 6 എണ്ണം. ഏതൊക്കെ? ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, നന്ദാകിനി, പിണ്ടാർ, ധൗളി ഗംഗ. ഇനി നമുക്ക് വലത് സൈഡിലുള്ള പോഷകതകൾ നോക്കാം. വലത് സൈഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ഏതാണ്? യമുന. പിന്നെ ചമ്പൽ, ബെതുവ, കെൻ, സോൺ. അത് കഴിഞ്ഞ് ദാമോദർ. ഇത്രയും വലത് സൈഡിലുള്ള പോഷകതകൾ. ഒന്ന് യമുന. ഇനി യമുനയുടെ പോഷകതയായ ചമ്പൽ, ബെതുവ, കെൻ, സോൺ. ഇനി അത് കഴിഞ്ഞോ ദാമോദർ. നമ്മൾ ഗൂഗിളിൽ കൈവഴിയാണ്, എന്നാൽ ചില അവസരങ്ങളിൽ നമ്മൾ അതിനെ പോഷ നദിയായിട്ടും പറയാറുണ്ട്, പോഷ നദികളുടെ കൂടെയും പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, അത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പ്രധാനമായിട്ടും ഇത്രയേ ഉള്ളൂ: യമുന, ചമ്പൽ, ബെതുവ, കെൻ, സോൺ, ദാമോദർ. ഏതൊക്കെയാണ്? യമുന, ചമ്പൽ, ബെതുവ, കെൻ, സോൺ, ദാമോദർ. ഇത്രയും വലത് സൈഡിലുള്ള പോഷ നദികൾ. ഇനി ഇടത് സൈഡിലുള്ള പോഷ നദി നോക്കാം. ഇടത് സൈഡിൽ നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെയായിരുന്നു? രാംഗംഗ പഠിച്ചു, കോസിയും പഠിച്ചു. രാംഗംഗയുണ്ട്, കോസിയുണ്ട്. ബാക്കിയുള്ളത്
ഗോമതി, ഗണ്ഡകി, ഘാഗ്ര, മഹാനന്ദ. ഏതൊക്കെയാണ്? ഗോമതി, ഗണ്ഡകി, ഘാഗ്ര, മഹാനന്ദ. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇടത് കരയിലുള്ള പോഷക നദികൾ. അതായത് 6 ഉണ്ട് ടോട്ടൽ. 2 ദാ ഈ വശത്തിരിക്കുന്നു. ഒന്ന് രാംഗംഗയും കോസിയും നമ്മൾ ആദ്യമേ പഠിച്ചു. രാംഗംഗ, കോസി. ബാക്കിയുള്ളവർ 4 പഠിച്ചോളൂ. ഗോമതി, ഗണ്ഡകി, ഘാഗ്ര, മഹാനന്ദ. ഗോമതി, ഗണ്ഡകി, ഘാഗ്ര, മഹാനന്ദ. അപ്പോൾ നമുക്ക് ടോട്ടൽ 18 നമ്മൾ പഠിച്ചിട്ടുള്ളത്. ടോട്ടൽ 18 നദികളുടെ പേര് പഠിച്ചു. ഓക്കെ, അത് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്കത് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. കാരണം നമ്മൾ ഇവിടെ 6 പഠിച്ചു അല്ലേ? ഇടത് കരയിൽ 6 പഠിച്ചു, വലത് കരയിൽ 6 പഠിച്ചു. ടോട്ടൽ 18 നമ്മൾ. ഒന്നുകൂടെ നോക്കാം. ഉൽപ്പത്തി പ്രവാഹം എന്ന് പറഞ്ഞാൽ ഇവയാണ്. 6 ഉൽപ്പത്തി പ്രവാഹങ്ങൾ. ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, നന്ദാകിനി, പിണ്ടാർ, ധൗളി, ഗംഗ. ഇടത് കരയിലുള്ളവ, ഇടത് സൈഡിൽ നമ്മുടെ രാംഗംഗ, കോസി, ഗോമതി, ഗണ്ഡകി, ഘാഗ്ര, മഹാനന്ദ. ലാസ്റ്റത്തെ സെക്ഷൻ വലത് കരയിലുള്ളത് യമുന, ചമ്പൽ, ബേത്വ, കെൻ, സോൺ, ദാമോദർ. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ ഗംഗയുടെ പോഷക നദികൾ. ക്ലിയർ ആണല്ലോ? ഇതിൽ നമ്മൾ വലത് കര, ഇടത് കര, ഉൽപ്പത്തി പ്രവാഹം എന്നൊക്കെ തരംതിരിച്ച് പഠിച്ചാലും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആദ്യം പഠിച്ച സെക്ഷനാണ്. അതായത് ഭഗീരഥി, അളകനന്ദ, രാംഗംഗ, യമുന, ചമ്പൽ, ബെത്വ, കെൻ, സോൺ, കോസി, ദാമോദർ. ഇത്രയുമാണ് ഏറ്റവും പ്രധാനം. കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇടത് കര, വലത് കര, ഉൽപ്പത്തി പ്രവാഹം, ഈ രീതിയിൽ ചോദിക്കാം. ഇനി കുറച്ച് പ്രയാഗുകൾ. നമ്മൾ 2 പ്രയാഗ് പഠിച്ചു. ഒന്ന് ദേവപ്രയാഗ്. എന്താണ് ദേവപ്രയാഗ്? നമ്മുടെ ഗംഗാ നദി നമ്മുടെ ഉത്തരമഹാസമതലങ്ങളിൽ വെച്ചിട്ട് ഈ 2 നദികളും കൂടിച്ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഉത്തരമഹാസമതലം ഉത്തരാഖണ്ഡില്, ഉത്തരമഹാസമതലമല്ല ഉത്തരാഖണ്ഡില് ഇത് 2 കൂടെ ഒന്നിച്ചു ചേരുന്ന സ്ഥലമാണ് ഏത്? ദേവപ്രയാഗ്. ഭഗീരഥിയും അളകനന്ദയും ഉത്തരാഖണ്ഡിൽ ഒന്നിച്ചു ചേർന്നത് ദേവപ്രയാഗ്. എന്നാൽ ഗംഗയും യമുനയും ചേർന്നാണ് പ്രയാഗ്രാജ് അല്ലെങ്കിൽ പ്രയാഗ് എന്നറിയപ്പെടുന്നത്. ഇതുപോലൊരു 4 പ്രയാഗ് കൂടെ ഉണ്ട്, അതുകൂടെ പഠിക്കാം. ഒന്നാമത്തത്, ഇനി എല്ലാ അളകനന്ദയുമായിട്ടാണ് സംയോജിക്കുന്നത്. അളകനന്ദയും മന്ദാകിനിയും സംയോജിക്കുന്നതിനെ നാം രുദ്രപ്രയാഗ് എന്ന് പറയുന്നു. രുദ്രപ്രയാഗ്. അളകനന്ദയും നന്ദാകിനിയും സംയോജിക്കുന്നതിനെ പറയുന്ന പേരാണ് നന്ദപ്രയാഗ്. അളകനന്ദയും പിണ്ടാറും സംയോജിക്കുന്നത് കർണപ്രയാഗ്. അളകനന്ദയും ധൗളിഗംഗയും സംയോജിക്കുന്നത് വിഷ്ണുപ്രയാഗ്. ഓക്കെ, ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. എല്ലാം സംയോജിച്ചത് അളകനന്ദയുമായിട്ടാണ്. അളകനന്ദയും മന്ദാകിനിയും സംയോജിക്കുന്നത് രുദ്രപ്രയാഗ്. അളകനന്ദയും നന്ദാകിനിയും സംയോജിക്കുന്നത് നന്ദപ്രയാഗ്. അളകനന്ദയും പിണ്ടാറും സംയോജിക്കുന്നത് കർണപ്രയാഗ്. അളകനന്ദയും ധൗളിഗംഗയും സംയോജിക്കുന്നതാണെങ്കിലോ വിഷ്ണുപ്രയാഗ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു 4 പ്രയാഗുകൾ ആദ്യം പഠിച്ചു. ഒന്നാമത്തത് രുദ്രപ്രയാഗ്, അളകനന്ദയും മന്ദാകിനിയും. നന്ദപ്രയാഗ്, അളകനന്ദയും നന്ദാകിനിയും. കർണപ്രയാഗ്, അളകനന്ദയും പിണ്ടാറും. ലാസ്റ്റത്തത് വിഷ്ണുപ്രയാഗ്, അളകനന്ദയും ധൗളിഗംഗയും. 2 നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു, ദേവപ്രയാഗും പ്രയാഗ്രാജും. ദേവപ്രയാഗ് എന്ന് പറഞ്ഞാലോ അളകനന്ദയും ഭഗീരഥിയും സംയോജിക്കുന്നത്. എന്നാൽ പ്രയാഗ്രാജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ഒന്ന് യമുനയും ഗംഗയും. ഇത് 2 ചേരുന്നതിനെ നമ്മൾ പ്രയാഗ്രാജ് അല്ലെങ്കിൽ പ്രയാഗ് എന്ന് പറയുന്നു, അലഹബാദിൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഗംഗാ നദിയിലെ കുറേ ഡീപ്പായിട്ട് നമ്മൾ നോക്കിയാൽ ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആദ്യം മുതലൊന്ന് ഓടിച്ച് പറയാം, ശ്രദ്ധിച്ചോളൂ. ദേശീയ നദിയാണ് ഗംഗ. 2008 നവംബർ 4 പ്രഖ്യാപിച്ചു. ഗംഗാ നദിയുടേതായിട്ടുള്ള ഒരു പ്രധാന പ്രത്യേകത, എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സംഭവത്താണ്, ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണേത്? ഗംഗാ നദി. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദിയാണേത്? ഗംഗാ നദി. അതായത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയത് ഗംഗാ നദി. മലിനീകരണം ഏറ്റവും കൂടിയ നദിയും ഏതാണ്? ഗംഗ. അവിടെ 2 പോയിന്റ്സ് പറയാനുണ്ടായിരുന്നു, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഗംഗ മലിനീകരണവുമായി ബന്ധപ്പെട്ട 2 പോയിന്റ്സ്. നമുക്ക് 2 പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഗംഗയെ മലിനമുക്തമാക്കാൻ 1986 ആരായിരിക്കും പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഗംഗയെ മലിനമുക്തമാക്കാൻ, അത് ഗംഗ മലിനീകരണമല്ലേ, അപ്പോൾ ഗംഗ എന്ന് പറഞ്ഞാൽ ഏകദേശം ആ സമയത്തൊക്കെ നല്ല രീതിയിൽ മലിനീകരണം വന്നു. കാരണം ഒന്ന് ഫാക്ടറി മാലിന്യമുണ്ട്, വ്യാവസായികമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് എല്ലാം കൊണ്ട് നിക്ഷേപിക്കുന്ന ഗംഗയിലായിരുന്നു. അതുപോലെ തന്നെ ഫാക്ടറി മാലിന്യങ്ങൾ മാത്രമല്ല, ഈ നമ്മുടെ റിച്വൽസ്, നമ്മുടെ ഈ
പുണ്യനദി ആയതുകൊണ്ട് തന്നെ ചിതാഭസ്മം ഒഴുക്കുന്ന പോലെയുള്ളതോ ശവം ഒഴുക്കുന്നത് പോലെയുള്ളതോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഗംഗാ നദിയിലാണ്. അങ്ങനെ മലിനീകരണം വൻതോതിൽ കൂടിയിട്ടുണ്ടായിരുന്നു. രാസമാലിന്യങ്ങളുണ്ടായിരുന്നു, അതുപോലെ ജൈവമാലിന്യങ്ങളും എല്ലാം കൊണ്ടും ഭയങ്കര മലിനീകരണം കൂടുതലായിരുന്നു. അപ്പോൾ മാറി മാറി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും ഇതിനു വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചൊന്നും വലിയ ഫലമൊന്നും കണ്ടില്ല. കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ടിട്ട് 1986 ആ സമയത്ത് രാജീവ് ഗാന്ധിയാണ് ഒരു പദ്ധതി കൊണ്ടുവന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. വർഷം ഏതാണ്? 1986. പക്ഷേ ഇത് വലിയ ഫലമൊന്നും കാണുന്നില്ല. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറയത്തക്ക രീതിയിലുള്ള ഒരു വലിയ റിസൾട്ട് ആ സമയത്ത് വന്നിട്ടില്ല. ഗംഗാ നദി വീണ്ടും മലിനമായിട്ട് തന്നെ തുടരുന്നു. പിന്നെ അത് കണ്ട് 2014 സമയത്ത് ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് പത്രികയിലും അങ്ങനെ ഒരു കാര്യം ഉൾപ്പെട്ടിരുന്നു. ജയിച്ചു വരികയാണെങ്കിൽ ഗംഗയെ ശുദ്ധീകരിക്കും. അതുപോലെ തന്നെ ജയിച്ചു വന്നു. 2014 ആയപ്പോഴത്തേക്കും നമാമി ഗംഗ. ഏതാണ് നമാമി ഗംഗ? അപ്പോൾ പുണ്യനദിയാണ് ഏത്? ഗംഗ. അതിനാൽ ഏറ്റവും മലിനീകരണം കൂടിയ നദിയുമായിരുന്നു ഗംഗ. എന്നാൽ മലിനമുക്തമാക്കാനുള്ള 2 പദ്ധതികൾ പ്രധാനപ്പെട്ടത് 1986 രാജീവ് ഗാന്ധിയുടേതായിട്ടുള്ള ഗംഗ ആക്ഷൻ പ്ലാൻ, 2014 നരേന്ദ്രമോദിയുടേതായിട്ടുള്ള നമാമി ഗംഗ. ഇത്രയും പ്രധാന പദ്ധതിയാണ്. അപ്പോൾ മലിനീകരണം കൂടിയത് ഗംഗ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മലിനമുക്തമാക്കാനുള്ള 2 പദ്ധതികൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? നമാമി ഗംഗയും ഗംഗ ആക്ഷൻ പ്ലാനും. ഏറ്റവും അധികം പോഷക നദികളുള്ളതും ഗംഗ, ഏറ്റവും അധികം സ്ഥലങ്ങളിലൂടെ ഒഴുകുന്നതും ഗംഗ. 5 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ നീളം ഒഴുകുന്നത് ഏതാണ്? ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശ്. അത് കഴിഞ്ഞതിന് ശേഷം 2 പട്ടണങ്ങളാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കാറുള്ളത്. 2 പട്ടണമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. ഒന്ന് ഏറ്റവും വലുതെന്ന രീതിയിൽ കാൺപൂർ ചോദിക്കാറുണ്ട്, പിന്നെ വാരണാസിയും ചോദിക്കാറുണ്ട്. അപ്പോൾ 2 പട്ടണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കുക, വാരണാസിയും കാൺപൂറും. ഓക്കെ, ബാക്കിയുള്ളതും ഉണ്ട്, ആവശ്യമുണ്ട്, പഠിക്കേണ്ട എന്നല്ല. ഒന്ന് നമ്മുടെ അലഹബാദ്, പിന്നെ ഹരിദ്വാർ, ഋഷികേശ്, പാറ്റ്ന, ഇതൊക്കെ കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമ്മുടെ ഗംഗ ഒഴുകുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നമുക്കറിയാം ഏതായിരുന്നു? ഉത്തർപ്രദേശാണ്. മഹാസമതലങ്ങളിലേക്ക് പ്രവേശിച്ചത് ഹരിദ്വാർ വഴിയാണ്. ഇതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതാണ്, ഗംഗയുടെ പോഷക നദി അല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ട് ചമ്പൽ, ബദ്വ, കെൻ, സോണിൻ്റെ കൂട്ടത്ത ഈ കെന്നിനെ ഒഴിവാക്കിയിട്ട് മറ്റ് നദികൾ ചോദിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ചമ്പൽ, ബദ്വ, കെൻ, സോൺ പ്രത്യേകം ഓർത്ത് വെച്ചിരിക്കുക, ഗംഗയുടെ പോഷകതയാണ്. അത് ഗംഗയുടേത് പോഷക ആ യമുനയുടേതാണ് ഇത് ചമ്പൽ, ബദ്വ, കെൻ, സോൺ. അത് ആർക്കൂടെ അവകാശപ്പെട്ടതാണ്? ഗംഗയ്ക്കും കൂടെ അവകാശപ്പെട്ടത് തന്നെയാണ്. ഗംഗാ തീരത്തുള്ള പട്ടണങ്ങൾ നമുക്കറിയാം. ഹൂഗ്ലിയുടെ തീരത്തുള്ള പട്ടണം കൊൽക്കത്തയാണ്. എന്നാൽ ബദ്രിനാഥ് പട്ടണം ഏത് തീരത്തായിരുന്നോ? ബദ്രിനാഥ് പട്ടണം സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദയുടെ തീരത്താണ്. യമുനയുടെ തീരത്താണെങ്കിലോ ആഗ്രയും ഡൽഹിയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ, അതായത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയതാണ് ഗംഗ. മലിനീകരണം കൂടിയ നദിയാണ് ഗംഗ. പോഷക നദികളുണ്ട്, പുണ്യ നദിയാണ്, ദേശീയ നദിയാണ്. 2008 നവംബർ 4 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആകെ നീളം 2525 കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഗംഗാനദിയെക്കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ, അതായത് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എക്സാമിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഇത്രയും നല്ല രീതിയിൽ പഠിക്കുക. മഹാത്മാഗാന്ധി സേതു പാലത്തിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ 2ാമത്തേത് ഗംഗയ്ക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം ഏതായിരുന്നു? മഹാത്മാഗാന്ധി സേതു. ഏതാണ്? മഹാത്മാഗാന്ധി സേതു. ക്ലിയർ ആണല്ലോ. ഇനി പോഷക നദികളും ബാക്കിയെല്ലാം കൂടെ ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഇത്രയും ഗംഗാ നദി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ ഇതുപോലെ മറ്റേതെങ്കിലും ഒരു നദിയെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ നോക്കും. അപ്പോൾ ഗംഗാ നദി ഏറ്റവും കൂടുതൽ എക്സാമിന് പോഷക നദികൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുകര വലതുകര ഉൽപ്പത്തി പ്രവാഹം കൊണ്ട് ഡീപ്പായിട്ടൊന്ന് നോക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു നദിയുമായിട്ട് നമുക്ക് ബ്രഹ്മപുത്രയും സിന്ധുവൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.